നമസ്കാരം. ഇപ്പോൾ എത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ ശക്തമായ ഇടപെടലുമായി ഹൈക്കോടതി രംഗത്തെത്തി എന്നുള്ളതാണ്. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി മുതിർന്ന IPS ഉദ്യോഗസ്ഥനെ തന്നെയാണ് ഹൈക്കോടതി ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നത്. ADGP H. വെങ്കടേഷിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തെ നിയോഗിക്കാനാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ദേവസ്വം കാര്യങ്ങൾക്കായുള്ള ദേവസ്വം ബെഞ്ചാണ് ഈ സംബന്ധിച്ച വളരെ ശക്തമായ നിയമ നടപടിയുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. നേരത്തെ സർക്കാരാകട്ടെ ഇവിടെ സംഭവിച്ച എല്ലാ ഉത്തരവാദി ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമാണ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഈ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭരണകാലത്ത് തന്നെയാണ് ഇത്തരത്തിലുള്ള ഈ ഒരു വലിയ വിവാദം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയായി മാറും എന്നുള്ളത് ഉറപ്പാണ്. മാത്രമല്ല, ശബരിമല അയ്യപ്പ സംഗമം നടത്തിയതിന് തൊട്ട് പിന്നാലെയാണ് ഇത് സംബന്ധിച്ച വാർത്തകൾ പുറത്തു വരുന്നത്. ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മാത്രം വിഷയമാണ് എന്ന് പറഞ്ഞിരുന്ന സർക്കാരിന് ഒടുവിൽ പലതവണ അവരുടെ നിലപാട് മാറ്റി പറയേണ്ട അവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത്. ശബരിമല അയ്യപ്പ സംഗമത്തിന് സർക്കാർ 3 കോടി രൂപ മുൻകൂറായി ഒരു സ്ഥാപനത്തിനെ ഏൽപ്പിച്ചതൊക്കെ തന്നെ ഇപ്പോൾ കൂടുതൽ വിവാദങ്ങളിലേക്ക് ചെന്നെത്തുകയാണ്. എന്തായാലും കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കം തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ദേവസ്വം വിജിലൻസ് ആയിരുന്നു ഈ സംഭവം അന്വേഷിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തതെല്ലാം തന്നെ ദേവസ്വം വിജിലൻസ് വിഭാഗമായിരുന്നു. എന്നാൽ ദേവസ്വം വിജിലൻസ് വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒട്ടേറെ പരിമിതികളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയായിരിക്കാം സർക്കാർ ഒരുപക്ഷെ ഈ ദേവസ്വം വിജിലൻസിനെ കൊണ്ട് ഈ സംഭവം അന്വേഷിപ്പിക്കാൻ ശ്രമിക്കുന്നതും. ഏതായാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു തിരിച്ചടിയെ മാറുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം H. വെങ്കടേഷിനെ പോലെ ഏറ്റവും മുതിർന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഈ കേസ് അന്വേഷിക്കുന്നത്, ഇതോടൊപ്പം ഒരു വലിയ സംഘത്തെ നിയോഗിക്കുന്നതൊക്കെ തന്നെ സർക്കാർ ഇതിലൊരുപാട് കാര്യങ്ങളിൽ മറുപടി നൽകേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തും. LDF സർക്കാരുകൾ ഭരിക്കുന്ന കാലത്ത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവാദങ്ങളെല്ലാം തന്നെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യം കൂടിയാണ്.